ആദ്യം നമ്മൾ ഇറാനിലേക്കാണ് പോകുന്നത്. ഇറാൻ ഇന്നലെ ഖത്തറിലെ US-ൻ്റെ എയർബേസിൽ നടത്തിയ ആക്രമണവും കൂടാതെ ഇസ്രായേൽ നടത്തിയ വലിയ ആക്രമണവും നമ്മുടെ മുമ്പിലുണ്ട്. അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതുകൊണ്ട് അതിനുശേഷം ഇപ്പോൾ ഇതാ ഇസ്രായേൽ പറയുന്നുണ്ട് ഇറാൻ വെടിനിർത്തൽ ലംഘിച്ചു. ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ കൂടിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ യുദ്ധത്തിൽ സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ഇതാ സർ, ഇന്നലെ ഇറാൻ നടത്തിയ ഖത്തറിലെ US-ൻ്റെ എയർബേസിൽ നടത്തിയ ആക്രമണം, അതിനുശേഷം ഇസ്രായേലിൽ നടത്തിയ ആക്രമണം, ഇതിനെല്ലാം ശേഷമാണ് ഈ വെടിനിർത്തൽ പ്രഖ്യാപനം വരുന്നത്. സ്വാഭാവികമായും ഈ അവസാനം ഇറാൻ നടത്തിയ ഈ ആക്രമണത്തോടെ ഈ ഒരു യുദ്ധത്തിൽ ഒരു മുൻതൂക്കം അല്ലെ അവസാന സമയത്തെങ്കിലും ഇറാന് തന്നെയാണ് എന്ന് പറയാൻ പറ്റും. ഒന്നാമത്തെ പ്രശ്നം സികേഷ്, ഇത് യുദ്ധത്തിൻ്റെ അവസാനത്തിലെന്ന് പറയാനായിട്ടില്ല. ഇപ്പം ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഇങ്ങനെ ട്വീറ്റുകൾ എന്ന് പറയാൻ പറ്റില്ല, പുള്ളിയുടെ ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്ന അക്കൗണ്ടിൽ ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളുടെ പരമ്പര ഇടുകയായിരുന്നു. ഈ പറയുന്ന അൽ ഉദൈദ് ബേസിൽ ഇവർ ബോംബിട്ടതിന് ശേഷം, ഇറാൻ മിസൈൽ ഇട്ടതിന് ശേഷം, പിന്നെ എന്താണ് ഗോഡ് സേവ് ഇറാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാം നിർത്തുകയാണ്. ആദ്യം പിന്നെ ഇസ്രായേൽ നിർത്തും, പിന്നെ ആദ്യം ഇറാൻ നിർത്തും, പിന്നെ 6 മണിക്കൂർ അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇസ്രായേൽ നിർത്തും, ഒക്കെ സെറ്റാണ്, അടിപൊളി, നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് ഒരു 3-4 അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പരമ്പരകൾ ഇങ്ങനെ വരികയാണ്. അപ്പോൾ അതിനുശേഷവും ഈ പറഞ്ഞ ഒരു ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്കും ഇസ്രായേലിലേക്കും മിസൈലുകൾ പോയിട്ടുണ്ട്. പക്ഷേ പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ കാണുന്ന വാർത്ത ഇസ്രായേൽ സീസ് ഫയർ അഗ്രി ചെയ്തു, ഇറാനും അഗ്രി ചെയ്തു എന്നാണ്. പക്ഷേ അതിനുശേഷം എഗൻ ഇസ്രായേൽ പറയുന്നു ഇറാൻ അത് വയലേറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പം അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കാറ്റ്സിൻ്റെ പ്രസ്ഥാനം വന്നിട്ടുണ്ട്, ഇതേ പോയി ഇടിച്ചുകൊള്ളണം എന്ന് IDF-നോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രസ്ഥാനം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിങ്ങനെ വൊലറ്റൈലായിട്ട് നിൽക്കുകയാണ്. സീസ് ഫയർ വെടിനിർത്തൽ സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ അത് പറയാവുന്ന അവസ്ഥയിൽ എത്തിയിട്ടില്ല. പക്ഷേ വെടിനിർത്തലിന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ്. അദ്ദേഹം തന്നെയാണ്, മാത്രമല്ല അദ്ദേഹം ഇതൊക്കെ എഴുതിയതിന് ശേഷം ഒരു തമാശയാണ്, ഇതിൻ്റെ അടിയിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നൊക്കെ എഴുതുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ എഴുതിയിട്ട് അടിയിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നൊക്കെ എഴുതി. സീരിയസ് ആണ് പുള്ളി. അതെ എന്ന് അപ്പോൾ ഞാൻ അതിനെ അവനോട് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വേറൊരു ഇത് വന്നിട്ടുണ്ട്, ഞാൻ ഭയങ്കര അൺഹാപ്പിയാണ്, ഐ ആം അൺഹാപ്പി, വെരി മച്ച് അൺഹാപ്പി വിത്ത് നെതന്യാഹു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഈ എഗൻ റീഎസ്കലേഷൻ വരുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കും. നമ്മൾ കാണേണ്ട കാര്യം, ഇദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു, ഇറാനിലെ ഈ എന്താണ് മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗെയിൻ, ഈ മാഗ എന്നുള്ളതുപോലെ തന്നെ മീഗ എന്ന് പറയുന്ന ഒരു പുതിയ സാധനം കൊണ്ടുവന്നു. എങ്ങനെയാണ് ഇറാനെ ഗ്രേറ്റ് അഗെയിൻ ആക്കുക? ഈ റെജീം പോകണം, ഈ ഭരണകൂടം പോയിട്ട് നല്ലൊരു പുതിയ ആളുകൾ അവിടെ വരണം എന്ന് വെച്ചാൽ റെജീം ചേഞ്ച്, ഭരണം മാറ്റുക എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ഇസ്രായേൽ യുദ്ധത്തിൻ്റെ ലക്ഷ്യമായിട്ട് പ്രഖ്യാപിച്ചത് അതാണ്. ഈ ന്യൂക്ലിയർ കേപ്പബിലിറ്റി തകർക്കുക, ഇറാൻ ഒരു ത്രെറ്റ് അല്ലാതാക്കി മാറ്റുക, റെജീം ചേഞ്ച്, ഈ 3 ലക്ഷ്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അവരുടെ യുദ്ധത്തിൻ്റെ ഓപ്പറേഷൻ അവർ സ്വീകരിച്ച പേര് തന്നെ റൈസിംഗ് ലയൺ, ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഈ റൈസിംഗ് ലയൺ എന്ന് പറയുന്നത് 79-ലെ ഇറാൻ വിപ്ലവത്തിന് മുമ്പുള്ള പഴയ റിസാ ഷാ പഹ്ലവി ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക സിമ്പലാണ് ഈ പറയുന്ന റൈസിംഗ് ലയൺ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം ഇത് ഒന്നും സംഭവിച്ചിട്ടില്ല. അതിനിടയിൽ ഇതാണ് ഞാൻ പറയുന്നത്, ഒരു പിന്നെ 91-ലെ ഗൾഫ് വാറിനെ കുറിച്ച് ഈ ബോദ്രിയാരുടെ പുസ്തകത്തിൽ പറയുന്നുള്ളൂ, ദ ഗൾഫ് വാർ ഡിഡ് നോട്ട് ഹാപ്പൻ എന്ന് പറയുന്നത് പോലെ പത്രങ്ങളിൽ വരുന്നതൊന്നുമല്ല യഥാർത്ഥം സംഭവിക്കുന്നത്. ഇന്നലെ ഈ അൽ ഉദൈദ് ബേസിൽ ഇറാൻ ആക്രമണം നടത്തുകയാണ്. ആക്രമണത്തിന് ശേഷം ആദ്യം ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന റെസ്പോൺസ് എന്താ പറയുക, ഈ ആക്രമണത്തെക്കുറിച്ചൊന്നുമല്ല പുള്ളി പറയുന്നത്. പുള്ളി അമേരിക്ക നടത്തിയിട്ടുള്ള അവരുടെ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിട്ട് ഇറാനിലെ 3 സൈറ്റുകൾ, ന്യൂക്ലിയർ സൈറ്റുകൾ നടത്തിയിട്ടുള്ള ആക്രമണം ഉണ്ടല്ലോ, ആ ആക്രമണം അതിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ വരെ ഇപ്പോൾ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അവരെ ഇവന്മാരുടെ ഫേക്ക് ന്യൂസ് ഒന്നും നിങ്ങൾ വിശ്വസിച്ചേക്കരുത് കേട്ടോ എന്നാണ് പുള്ളി പറയുന്നത്. ഇതിന് സികാശിക്കാരമുണ്ട്. ഈ ബോംബിംഗ് ഉണ്ടായ അന്ന് പിറ്റേ ദിവസം നമ്മൾ ഈ ഒരു വാർത്ത കൊടുത്തിരുന്നു, ഇങ്ങനെയുള്ളൊരു വിശകലനമുണ്ട്. പ്രത്യേകിച്ച് ടർക്കിഷ് മാധ്യമങ്ങളാണ് ഏറ്റവും കൂടുതൽ അത് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ എവിടെയും ഇല്ലാത്ത വിവരം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി മാപ്രയെന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഒന്നാലോചിച്ച് നോക്കുക, അമേരിക്ക ഇറാനിൽ നടത്തിയെന്ന് പറയപ്പെടുന്ന ആക്രമണം ഉണ്ടല്ലോ, അതുപോലും ഒരു ടോക്കൺ അറ്റാക്ക്, പ്രീ നെഗോഷിയേറ്റഡ് ടോക്കൺ അറ്റാക്കാണെന്നാണ് ഇന്ന് ലോകത്തെല്ലാവരും വിശ്വസിക്കുന്നത്.
അവർക്ക് ഇറാൻ ആവശ്യമായുള്ള സമയം കൊടുക്കുന്നു, നേരത്തെ അറിയിക്കുന്നു, അവിടത്തുള്ള ന്യൂക്ലിയർ ആസറ്റ്സുകളെല്ലാം ഒരു റീലൊക്കേറ്റ് ചെയ്യുന്നു, സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുന്നു. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും പ്രധാനപ്പെട്ട ന്യൂക്ലിയർ സൈറ്റുകളിൽ ആക്രമണം ഉണ്ടായാൽ എന്തോരം റേഡിയേഷൻ ഉണ്ടാവും. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു കെട്ടാൻ പറ്റുന്ന സാധനമല്ലല്ലോ, വലിയൊരു ജിയോഗ്രഫി അത് ബാധിക്കൂലേ. അപ്പോൾ ലോകത്ത് ഒരു സയൻറ്റിഫിക് ന്യൂക്ലിയർ ഏജൻസിയും ഒരു റേഡിയേഷൻ ഉണ്ടായതായിട്ട് പറയുന്നില്ല. അപ്പോൾ അതൊരു ടോക്കൺ അറ്റാക്കായിരുന്നു ഇന്നലെ അൽ ഉദൈദിൽ നടന്നു. അതിനേക്കാൾ വലിയ തമാശയാണ് വെച്ചാൽ വൈകുന്നേരം തന്നെ ഈ ഖത്തർ പ്രഖ്യാപിക്കുകയാണ് നമ്മളെന്താണ് ഈ എയർ സ്പേസ് അടക്കുകയാണ്, ആവശ്യമായ മുൻകരുതൽ കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് അവരത് പ്രഖ്യാപിക്കുന്നത്? അത് ഖത്തറിൻ്റെ ഇൻ്റലിജൻസിൻ്റെ മികവൊന്നുമില്ലല്ലോ. ഖത്തറിനെ ഇറാൻ അറിയിക്കുന്നതാണ്, ഇതേ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, കുറച്ച് അവിടെ പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ട്. ഖത്തർ സ്വാഭാവികമായിട്ട് അത് ആരെ അറിയിക്കുന്നു? അമേരിക്ക അറിയിക്കുന്നു. അവരാവശ്യമായിട്ടുള്ള പ്രിക്കോഷൻ എടുക്കുന്നു, ആളുകളെ പേഴ്സണൽസിനെ മാറ്റുന്നു. ഒരാൾക്ക് പോലും ഒരു മിസൈൽ വന്നുകൊണ്ട് ഒരാൾക്ക് പോലും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. അപ്പോൾ അത് എഗൻ എന്താണ്, അതൊരു ടോക്കൺ അറ്റാക്കാണ്, ഒരു സിംബോളിക് അറ്റാക്ക് എന്ന് പറയാം. എന്തിനാണ് അവരത് ചെയ്യുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം പല ലക്ഷ്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസി ഇറാനിയൻ ജനതയെ ഇവിടെ പറയണം. നോക്കൂ, അവന്മാർ വന്ന് നമ്മുടെ 3 ഇടിച്ചു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം സെൻകോം, അവിടെ നമ്മൾ പോയി ഇടിക്കുകയാണ്. ആ ഒരു പ്രൈഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനം ഗൾഫ് രാജ്യങ്ങൾക്കുള്ള മെസ്സേജാണ്. നോക്കൂ, നിങ്ങളുടെ നഗരങ്ങളിലാണ് ഇവന്മാർ, നിങ്ങളുടെ ഭൂപ്രദേശങ്ങളിലാണ് ഈ അമേരിക്ക വന്നിട്ട് തമ്പടിച്ചിരിക്കുന്നത്, അവരുടെ ക്യാമ്പുകളിട്ടിരിക്കുന്നത്. അവന്മാർ ഞങ്ങൾക്ക് പണി തരുന്നുണ്ട്. അവർ ഞങ്ങൾക്ക് പണി തന്നാൽ ഞങ്ങൾ ഇവിടേക്ക് പണി തരും, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും കേട്ടോ എന്നത് അത് ഇറാൻ പറയുന്നുണ്ടായിരുന്നു, നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഞങ്ങളത് ചെയ്തിരിക്കും എന്ന് കൃത്യമായ മെസ്സേജ് കൊടുക്കേണ്ടത്. ആ മെസ്സേജ് ദാറ്റ് വാസ് വെൽ ഡെലിവേർഡ്. അതാണ് അപലപിക്കുന്ന പോലും ഇല്ലല്ലോ ട്രംപ് അതിനെ അപലപിക്കുന്ന പോലുമില്ല. 5-6 എണ്ണം വന്നു, കുറേ എണ്ണത്തിന് നമ്മൾ പിടിച്ചിട്ട് ഒരെണ്ണം കണ്ട് വന്നു, ഒന്നും പറ്റിയില്ല. ഇതാണ് ഇവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിലെ പല യൂട്യൂബ് ചാനലുകളും പറയുന്ന പോലെ ആ ഒരു ഡിഷ്യൂ അല്ല. ഈ അമേരിക്കയും എന്താണ് ട്രംപ് ഇത് ചെയ്യുന്നത് വെച്ചാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഐപാക് ഉണ്ട്, ഈ അമേരിക്കൻ സയനിസ്റ്റ് ലോബികളുണ്ട്, അവരെ തൃപ്തിപ്പെടുത്തണം, ബെഞ്ചമിൻ നെതന്യാഹുവിനെ തൃപ്തിപ്പെടുത്തണം. അദ്ദേഹം ഇത് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുവാണ്. ഈ പറയുന്ന മാഗ ക്യാമ്പുണ്ട്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൈൻ, വല്ലയിടത്തും പോയിട്ട് ബോംബിടൽ നമ്മുടെ പരിപാടിയല്ല എന്ന നിലപാടാണ് അവർ കൃത്യമായ പൊസിഷനാണ്. ഇലക്ഷൻ ക്യാമ്പയിനും അതായിരുന്നു, അതും പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഇലക്ഷൻ നേരിട്ടത്, മത്സരിച്ചു ജയിക്കുന്നു. പക്ഷേ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴും ആര് ഭരിച്ചാലും അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഇപ്പോഴും അതിൽ പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രമായിട്ട് ആര് നിൽക്കുന്നുണ്ട്? ഈ സയനിസ്റ്റ് ലോബി അല്ലെങ്കിൽ ഐപാക് എന്ന് പറയുന്ന നിയോകോൺ, ഈ ടീം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കിടന്നുള്ള ഒരു കളിയാണ് ഈ മനുഷ്യൻ കളിക്കുന്നത്. അതാണ് ഈ എപ്പിസോഡ് നമ്മൾ അത്ര കണ്ടാൽ മതി, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ വലിയൊരു എസ്കലേഷനിലേക്ക് ഒന്ന് പോവുകയില്ല. ഇതിൻ്റെ തുടക്കം മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. പക്ഷേ ഇസ്രായേൽ ഇറാൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് കുറച്ചുകൂടി ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റാണ്. പക്ഷേ അതിൽ ഇത്തവണ സംഭവിച്ചതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ അറ്റാക്ക് ചെയ്യപ്പെടുകയായിരുന്നു. അവർ നോക്കൂ, ഒരു ദിവസം വന്ന് ഇവർ ആക്രമിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സ്തംഭിച്ച് പോകാവുന്ന, ആകെ ചെതറിപ്പോകാവുന്നൊരു സന്ദർഭമാണ്. ഫസ്റ്റ് അറ്റാക്ക് തന്നെ ഇവരുടെ മിലിറ്ററി എലീറ്റ്സ്, ആ ഒരു ടോപ്പ് ലീഡർഷിപ്പിനെ കംപ്ലീറ്റ് അങ്ങനെ എലിമിനേറ്റ് ചെയ്യുകയാണ്. സയൻറ്റിസ്റ്റുകളെ, ഏറ്റവും പ്രധാനപ്പെട്ട ജനറൽമാരെ. അപ്പോൾ 20ഓളം ജനറൽമാർ ഒരൊറ്റ അടിക്ക് പോകുകയെന്നൊക്കെ പറഞ്ഞാൽ തകർന്നു പോകാവുന്നതാണ്. പക്ഷേ അവർ വളരെ പെട്ടെന്ന് റീഗെയിൻ ചെയ്യുന്നു, തിരിച്ചടിക്കുന്നു. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പല ഫ്രണ്ടിലാണ് അവർക്ക് നേട്ടമുണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രണ്ട് എന്നാൽ ഡൊമസ്റ്റിക് ഫ്രണ്ട് തന്നെയാണ്, ഹോം ഫ്രണ്ട്. അവിടെ എന്തോ ഭരണമാറ്റം വരാൻ പോവാണ്, ജനങ്ങളൊക്കെ മടുത്തിരിക്കുകയാണ്, ഇവന്മാർ മറിച്ചിടാൻ പോവുകയാണെന്നൊക്കെയുള്ള പ്രചാരണം. ആ ഒരു സോഷ്യൽ സോളിഡാരിറ്റി, ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള ആ ഒരു അത് ഭയങ്കരമായിട്ടുള്ളൊരു കൂടിച്ചേരൽ അത് അവിടെ സംഭവിക്കുന്നു. ഇറാൻ ആ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പവറായി മാറിക്കഴിഞ്ഞു. ഇറാൻ ഏറ്റവും അന്തസ്സുള്ള, ഏറ്റവും ധീരതയുള്ള, ഏറ്റവും ശക്തിയുള്ള, ഇടിച്ചാൽ അങ്ങോട്ട് തരും എന്ന് പറയാൻ മാത്രമല്ല അങ്ങനെ ആക്ട് ചെയ്യാനും കെൽപ്പുള്ള ഒരു ശക്തി, വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രമായി ഇറാൻ വളരെ പെട്ടെന്ന് മാറി. ഇന്നലത്തെ ഈ അൽ ഉദൈദിൽ മിസൈൽ ഇട്ടതിന് ശേഷം അവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ ഇറക്കിയ കുറിപ്പിൽ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, ദ ഓൾഡ് പ്രാക്ടീസ് ഓഫ് ഹിറ്റ് ആൻഡ് റൺ ദാറ്റ് വിൽ നോട്ട് ഗോ എനിമോർ എന്നുള്ളതാണ്. അപ്പോൾ ഹിറ്റ് ആൻഡ് റൺ, നമ്മൾ ഇടിച്ച് എവിടെയും ബോംബിട്ട് മിസൈലിട്ട് നിങ്ങൾക്ക് നിങ്ങളെ പണിയായിട്ട് പോകാം, ആ പരിപാടി ഇനി നടക്കില്ല. ആ ഒരു കൾച്ചർ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണെന്നാണ് ഇറാൻ പ്രഖ്യാപിക്കുന്നത്. ആൻഡ് ദേ ഡിഡ് ഇറ്റ് ഇൻ ദ സെൻസ് അവർ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത ആഘാതം അവർക്ക് ഏൽപ്പിക്കാൻ പറ്റി. അതുകൊണ്ട് ആ ജിയോഗ്രഫിയിലെ, മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ജിയോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട
ഒരു ശക്തി കേന്ദ്രമായിട്ട് ഇറാൻ മാറി. ഡിപ്ലോമാറ്റിക് ഫ്രണ്ടിൽ അവർ വലിയ തോതിൽ നോക്കൂ, ലോകത്ത് ഈ പിന്നെ എന്താണ് ഈ ഇറാനെ എതിർക്കുന്നതിനേക്കാൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രങ്ങളുണ്ടായി വരുന്നു. ഇന്നത്തെ ലോകഘടനയിലെ ഈ രണ്ട് ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കൻ നിയന്ത്രണത്തിനുള്ള ഒരു സെൻറ്ററാണെങ്കിലും ഇപ്പുറത്ത് റഷ്യ ചൈന ബ്ലോക്ക്. ഈ അമേരിക്കൻ ബ്ലോക്ക്, റഷ്യ ചൈന ബ്ലോക്ക്, ഈ റഷ്യ ചൈന ബ്ലോക്കിലെ ഒരു 3-ാം സ്ഥാനക്കാരൻ എന്ന പൊസിഷനിലേക്ക് ഇറാൻ വളരെ പെട്ടെന്ന് കയറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നോക്കിയാൽ ഇനി സൈനിക രംഗത്ത് മിലിറ്ററി ഹാർഡ്വെയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർ അയൺ ഡോം എന്ന് പറയുന്ന എന്താ പറയുക ഒരു സങ്കല്പമുണ്ട്. അത് ഇസ്രായേലിനെ ഇങ്ങനെ പൊതിഞ്ഞ് ഡോം എന്ന് പറയുന്ന കാഴ്ചപ്പാടിനതാണ്. ഇരുമ്പ് മറയ്ക്കുള്ളിൽ ഇസ്രായേൽ സർവ്വകാലവും സുരക്ഷിതമായിരിക്കും എന്ന് പറയുന്ന ആ ഒരു പ്രതീതി അതിനെ അടിച്ച് തകർത്ത് കളഞ്ഞു. അപ്പോൾ അതിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു രാജ്യത്തിനും ഗുണകരമല്ല. പ്രത്യേകിച്ച് ഇറാനെ പോലെ ഒരു വികസ്വര രാജ്യം, ഉപരോധത്തിൽ കഴിയുന്നൊരു രാജ്യം, അവർക്ക് യുദ്ധം അവസാനിപ്പിക്കാനാണ് ഏറ്റവും നല്ലത്. ഈ സമയത്ത് ഇത് അവസാനിപ്പിക്കണം എന്ന് ട്രംപ് പറയുന്നു. ട്രംപ് ഇസ്രായേലിനോടും പറയുന്നു, ഇറാനോടും പറയുന്നു. അപ്പോൾ ആ നിമിഷത്തിൽ അവസാനിപ്പിക്കാവുന്ന ഇറാനെ സംബന്ധിച്ച് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള നെഞ്ചു വിരിച്ച് അവസാനിപ്പിക്കാവുന്നൊരു സമയമാണ്. അതുകൊണ്ട് ടോട്ടൽ എപ്പിസോഡിൻ്റെ ഒരു ടേക്ക് ഹോം എന്താണെന്ന് ചോദിച്ചാൽ ഇറാൻ നെഞ്ചു വിരിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് നീട്ടിക്കൊണ്ടു പോകാൻ അത് പറ്റില്ല. കാരണം ആ ഒരു ഹ്യൂമിലിയേഷൻ അവർ അനുഭവിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ പ്രസ്താവനകളും ചെറിയ ചെറിയ ഫ്ലെയറപ്പുകൾ ഉണ്ടെങ്കിലും അധികം മുന്നോട്ട് പോകാതെ നിൽക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. നിഷാദെ, ഇപ്പോൾ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളും അതിൻ്റെ അകത്ത് ഇതുവരെ അവർക്ക് വിജയിക്കാൻ കഴിയാത്തതും നമ്മുടെ മുമ്പിലുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇറാനിൽ നടത്തിയ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ. ഇപ്പോൾ ഈ വെടിനിർത്തലിൻ്റെ കാര്യം വന്നപ്പോൾ തന്നെയും നെതന്യാഹുവിൻ്റെ പാർട്ടി അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, വെടിനിർത്തലിന് പോകരുത് എന്നുള്ളതാണ് അവരുടെ നിലപാട്. വീണ്ടും ഇസ്രായേലിനൊരു പരാജയം കൂടിയിട്ട് സംഭവിക്കുകയാണോ എന്നുള്ളതാണ്. ഇസ്രായേലിന് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, അതായത് ഇറാനെ ആക്രമിക്കുകയും ഇറാനെ ആക്രമിച്ച് അവിടെ ഒരു റെജീം ചേഞ്ച് ഉണ്ടാക്കുക, ഭരണമാറ്റം ഉണ്ടാക്കുക, അവിടെ ഒരു പുതിയ പാവ സർക്കാരിനെ കൊണ്ടുവരിക, ഏക ത്രെട്ട് അവസാനിപ്പിച്ചുകൊണ്ട് ഈ റീജിയനിലെ ഏറ്റവും പവർഫുള്ളായ രാജ്യമായി നിലനിൽക്കുക എന്ന് പറയുന്ന വലിയ ആഗ്രഹത്തിൻ്റെ പുറത്താണ്. ഓഫ് കോഴ്സ് ഇത് ചെയ്യുന്നതിന് നെതന്യാഹുവിന് മുമ്പിൽ വ്യക്തിപരമായ ആഭ്യന്തര രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ ഏറ്റവും വലിയ ദീർഘകാല താല്പര്യങ്ങളിലൊന്നാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കുക. കാരണം ഇറാൻ അവർക്ക് ആ റീജിയനിലെ ഏറ്റവും വലിയ തടസ്സമാണ്. എത്രയോ കാലമായി നെതന്യാഹു MP ആയിരുന്ന കാലം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇറാനാണ് ഏറ്റവും വലിയ ത്രെട്ട് എന്ന്. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ ഇറങ്ങിത്തിരിക്കുന്നു. അപ്പോൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർക്ക് ഒരു കാര്യം അറിയാം. ഒന്ന്, അവരതിനെക്കുറിച്ച് അധികമായി കണക്ക് കൂട്ടിയിട്ടുണ്ട്. കുറച്ചൊരു ഈസിയായ സമയമാണ്, എല്ലാ അർത്ഥത്തിലും ദുർബലപ്പെട്ട സമയത്ത് അടിച്ചു വീഴ്ത്താൻ കഴിയും. 2, നിരന്തരമായി ഇവരുടെ പരിപാടി ട്രംപിനെ കൊല്ലാനാണ്. ഇവിടെയാണല്ലോ, ഇവിടെ ആരെങ്കിലും പിടിച്ചാൽ മോദിയെ കൊല്ലാനായിരുന്നു പരിപാടി നിരന്തരം പറഞ്ഞ് ഇളക്കുമല്ലോ. അതുപോലെ ട്രംപിനെ കൊല്ലാനുള്ള പരിപാടി, അമേരിക്കയെ ഇല്ലാതാക്കാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇറക്കാം. അമേരിക്ക ഇറങ്ങുകയും അമേരിക്ക യുദ്ധത്തിൽ പൂർണ്ണതോതിൽ പങ്കാളിയാവുകയും ഇതിനെ കംപ്ലീറ്റായി തകർക്കുകയും ഒരു നല്ല തോതിലുള്ള യുദ്ധം നടത്തി കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ടും തന്നെ എക്കണോമിക്കലി ഇറാൻ വീഴും, സാമ്പത്തികമായി വീഴും, രാഷ്ട്രീയമായി വീഴും, പിന്നെ ഭരണസ്ഥിരത ഇല്ലാതാവും. ആ സന്ദർഭത്തിൽ അവിടെ ഒരു എന്താ പറയുന്നത്, ഖാംനയെ മാറ്റി ഇസ്ലാമിക ഭരണകൂടത്തെ മാറ്റി അവർക്ക് ആവശ്യമുള്ളൊരു ഭരണകൂടത്തെ വരും. ആ ഒരു പ്ലാനിലാണ് അവരിറങ്ങിയത്. ഇപ്പോൾ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ കാണേണ്ട കാര്യം സിമ്പിളാണ്, അമേരിക്ക അതിനകത്ത് കളിക്ക് നിന്നില്ല എന്നുള്ളതാണ്. പൊതുവെ എല്ലാവരും പറയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു, 2 ആഴ്ചത്തെ സമയം ട്രംപ് ചോദിച്ചപ്പോൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല പറഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞ് കളിയാക്കി ഇപ്പം ചെയ്തത് എന്താണെന്ന്. ഇപ്പം എന്താ ചെയ്തത്? ഇപ്പം എന്താ ചോദിച്ചാൽ ഇപ്പോഴൊന്നും ചെയ്തിട്ടില്ല. ശരിക്കും കുഞ്ഞു പിള്ളേരെയൊക്കെ പറ്റിക്കില്ലേ, നമ്മൾ അവന്മാരെ തീർത്തു. ഇപ്പോൾ ട്രംപിൻ്റെ ട്വീറ്റുകൾ നോക്കി തന്നെ കാണാം. B2 ബോംബറിലെ പൈലറ്റുമാരെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം B2 ബോംബർ വന്ന് എന്തൊക്കെ ചെയ്തു എന്ന് പുള്ളിക്കാനൊക്കെ ഒരു കോൺഫിഡൻസ് ഇല്ല, ആൾക്കാരത് വിശ്വസിക്കുന്നില്ലെന്ന്. അവരാണ് ഗംഭീരം, B2 ബോംബറുകൾ മനോഹരമായ പണിയെടുത്തു, അതിലെ പൈലറ്റുമാരാണ് രാജ്യത്തിൻ്റെ അഭിമാനം, ഇങ്ങനെയൊക്കെ പറയാണ്. സത്യത്തിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇറാൻ്റെ പ്രതികരണത്തിൽ വ്യക്തമാണ്, അവർ വൈകാരികമായോ സാങ്കേതികമായോ പരിക്കേറ്റതിൻ്റെ മൂഡിലല്ല അവർ സംസാരിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ഫോർദോ ആണവ കേന്ദ്രം തകർന്ന് തരിപ്പണമാവുക, അവിടെയുള്ള ആളുകളെല്ലാം കൊല്ലപ്പെടുക, യുറേനിയൻ സമ്പുഷ്ടീകരണശാല തകർന്ന് ഈ പറഞ്ഞ റേഡിയേഷൻ കൂടുക എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റ്. അങ്ങനെ ഉണ്ടായാൽ നോക്കൂ, റഷ്യ അതിനകത്തെടുത്ത പ്രശ്നം കാണണം. നിങ്ങൾ അവിടെ ആക്രമിക്കാനാണ് പോകുന്നെങ്കിൽ നിങ്ങൾ ഗുരുതരമായ നരകവാതിൽ തുറക്കാൻ പോവാണ് എന്ന് റഷ്യ പറഞ്ഞു. ഞങ്ങൾക്ക് അതിനോട് കർശനമായ സമീപനം സ്വീകരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഫോർദോ ആണവക്കെതിരെ ആക്രമിച്ചു എന്ന് ട്രംപ് അവകാശപ്പെട്ടതിന് ശേഷവും റഷ്യയുടെ ചൈനയുടെ ഭാഗത്ത് നിന്ന് സീരിയസ് ആയ പ്രതികരണങ്ങൾ വന്നില്ല. കാരണം ദേ നോ, അവർക്കറിയാം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന്. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ വഞ്ചിക്കപ്പെട്ടു. അവർ അമേരിക്ക ഇറങ്ങിയിട്ട് അമേരിക്ക അടിക്കാൻ കൂടുന്നതോടുകൂടി തകരും. ഇവരങ്ങോട്ട് ആക്രമിക്കും, ഇവർ മറ്റ് ഗൾഫ് റീജിയനിലെ ബേസുകൾ ആക്രമിക്കും. അതോടെ ഇറാൻ്റെ മറ്റെല്ലാ അയൽപക്ക ബന്ധങ്ങളും തകർന്ന് ആ രാജ്യം സമ്പൂർണ്ണമായി ഒറ്റപ്പെടും, റീജിയൻ തകരുകയും ഞങ്ങൾ ഒറ്റയ്ക്ക് സെറ്റായി നിൽക്കുകയും ചെയ്തു കരുതി. പക്ഷേ അമേരിക്ക ആ കളിക്കുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇറാൻ ബേസിലേക്ക് ആക്രമിച്ചാൽ 40,000-ഓളം സൈനികരെ ഇവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. എവിടെല്ലാം പല ബേസുകളിലായി.
അമേരിക്കയ്ക്ക് 10-700 ബേസുകൾ ലോകത്തെല്ലായിടത്തോട്ടുണ്ട്. അവിടെയൊക്കെ വന്ന് 1-2 മിസൈൽ വീണാൽ മരിക്കുന്ന ആളുകളുടെ ബോഡി എവിടെ ചെല്ലണം? അവിടെ അമേരിക്ക ചെല്ലണം. അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ട്രംപിൻ്റെ അടി പറിക്കുന്ന ഇമ്പാക്റ്റ് ആയിരിക്കും. ഇതിന് മുമ്പ് ഇറാഖിൻ്റെ അഫ്ഗാനിസ്ഥാൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണ്? നമ്മൾ നമ്മുടെ സൈനികരുടെ ഡെഡ് ബോഡി ഏറ്റുവാങ്ങാൻ വേണ്ടിയാണോ നികുതി പണം കൊടുക്കുന്നതെന്ന് ആൾക്കാർ ചോദിച്ചുണ്ടാക്കിയ സമ്മർദ്ദത്തിനൊടുവിലാണ് പുതിയ അമേരിക്കൻ ഭരണകൂടത്തിന് ഈ നിലപാടെടുക്കേണ്ടി വരുന്നത്, നമ്മളിനി പോയി യുദ്ധം ഉണ്ടാക്കുന്നില്ല എന്ന്. സോ അതിനെ അവർ ഭയപ്പെടുന്നുണ്ട് ഇറാനുമായിട്ട്. ഇറാൻ ഒരു വലിയ ഒരു സ്റ്റേറ്റാണ്. എത്രയോ കാലമായി ഒരു ആക്രമണത്തെ പ്രതീക്ഷിച്ച് കഴിയുന്ന രാജ്യമാണ്. നമ്മൾ കാണേണ്ട കാര്യം, ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഇറാനെ ഇല്ലാതാക്കലാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇറാൻ ത്രെട്ടാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഇസ്രായേലി ലീഡേഴ്സിനെ അവർ കാണുന്നത്. ഒരു ദിവസം അവൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ഞങ്ങളുടെ വ്യോമപാതയിൽ വരുമെന്ന് വിചാരിച്ചാണ് ഓരോ ദിവസവും ആ രാജ്യം ജീവിക്കുന്നത്. അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങളും അവർക്കുണ്ട്. ശരിയാണ്, അവരുടെ പ്രധാനപ്പെട്ട ഓഫീഷ്യൽസിനെ പലരെയും കൊന്നുകളയാൻ പറ്റി, അവരുടെ ക്യാപിറ്റലിൽ ആക്രമണം നടത്തി, പല ആൾക്കാരെയും ഖാസിം സുലൈമാനെ കൊന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായ നഷ്ടത്തിൻ്റെ തോതെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ സംഗതി എന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമാണ്. ഇങ്ങോട്ടേക്ക് എല്ലാവരും വരുമെന്ന് പറഞ്ഞിട്ട് നടത്തുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് 30 പേര് മരിച്ചു. ഇത് അവസാനം ഉണ്ടായ അപകടം ബങ്കർ തുറന്നാണ് ആൾക്കാർ മരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെക്യൂരിറ്റി ത്രെട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങൾ ഇനി ഇവിടെ സുരക്ഷിതമായി എങ്ങനെ ജീവിക്കും ചോദിക്കുന്ന ആൾക്കാരെ, അവിടെ നിന്ന് പലായനം ചെയ്യുന്ന ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് ടെല്ലവീവിനുണ്ടായ നഷ്ടം. അതുകൊണ്ട് ഇസ്രായേലിനെ ഈ യുദ്ധത്തിലുണ്ടായ ഏറ്റവും വലിയ ഒരു ഗെയിം ചേഞ്ചർ സംഗതി എന്ന് വെച്ചാൽ അമേരിക്ക അതിനകത്ത് പൂർണ്ണ തോതിൽ ഇറങ്ങാൻ തയ്യാറായില്ല. എന്നാൽ ഇസ്രായേലിനെ സങ്കടപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് അവരെന്തൊക്കെ ഒരു ഷോ കാണിച്ച് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആ ഈഗോ വർക്കാവുന്നുണ്ടാവും. നമ്മൾ എന്ത് നേടി എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടല്ലോ. നമുക്ക് എന്ത് നേടാൻ പറ്റി? നിങ്ങളല്ലേ ഭരണമാറ്റം ഇറാനിലുണ്ടാകുമ്പോൾ എന്നൊക്കെ പറഞ്ഞത്, അത് നടന്നില്ല എന്നുള്ള ചോദ്യത്തിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു അങ്കലാപ്പിലാണ് ഈ സീസ് ഫയർ എഗ്രിമെൻറ്റ് വന്നതിന് ശേഷവും പിന്നെയും IDF-നെ കൂടി ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നു, തിരിച്ചടിക്കും എന്നൊക്കെ പറയുന്നത്. അതിനപ്പുറം എനിക്ക് തോന്നുന്നില്ല. നേരത്തെ പറഞ്ഞ ഇറാൻ അവരുടെ ഒരു പവർ എന്താണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു എന്താണ് കോൺഫ്ലിക്റ്റാണിത്. ശരിയാണ്, 10-150 പേര് ഇറാനിൽ മരിച്ചു. അവരുടെ ആക്രമണം കുറച്ചുകൂടി ശേഷിയുള്ളതായിരുന്നു. ഇറാൻ്റെ എല്ലാ ബാലിസ്റ്റിക് മിസൈലുകളും അവിടെ പോയി പൂർണ്ണമായും ഹിറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ സ്ട്രാറ്റജിക്കലി നയതന്ത്രപരമായി നോക്കിയാൽ, രാഷ്ട്രീയമായി നോക്കിയാൽ അവിടെ ആൾക്കാരെല്ലാം കൂടെ തെരുവിലിറങ്ങും. ഇപ്പോൾ ഏറ്റവും അവസാനം കേട്ട ഒന്ന്, ഈ സംഘർഷങ്ങൾക്ക് ഇറാൻ അഡ്മിനിസ്ട്രേഷനകത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ മിലിറ്ററി ഓഫീഷ്യൽസിനെയൊക്കെ ഈ ചാരന്മാർ നിരന്തരം ഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നിങ്ങളുടെ കുടുംബത്തെ കൊല്ലും, കുഞ്ഞുങ്ങളെ കൊല്ലും, അല്ലെങ്കിൽ ഖാംനെയി ഭരണകൂടത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ള വീഡിയോ ചിത്രീകരിച്ച് ടെലിഗ്രാമിൽ അയച്ചു തരാൻ ഭീഷണിപ്പെടുത്തി. അങ്ങനെ പലതരത്തിൽ ഇതിനകത്ത് മൊത്തം കാലുഷ്യം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. അപ്പോൾ ഈ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ ഒരു കാര്യവുമില്ലാതിരിക്കുന്ന നമ്മൾ ഈ ഇസ്ലാമിക് റെജീം അവർ അനാവശ്യമായ അഗ്രസീവായിട്ടുള്ള ഫോറിൻ പോളിസി വഴി നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണ്. അതുകൊണ്ട് ഈ ഭരണകൂടം മാറിയാലേ നമുക്ക് നിവൃത്തിയുള്ളൂ എന്ന് വിചാരിച്ച് ജനങ്ങൾ ഇറങ്ങും എന്ന് വിചാരിച്ചു. പക്ഷേ ഓൾറെഡി ഇസ്രയേലി ഭരണകൂടം ഗസയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ലോകമാകെയുള്ള മുസ്ലിം സ്ട്രീറ്റ്, അറബ് സ്ട്രീറ്റ് അല്ലേ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഇസ്രയേൽ അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഇറാനെ ആക്രമിക്കാൻ വന്നാൽ അവരെന്തായിരിക്കും എടുക്കുന്നത് മൂടെന്ന് കണക്ക് കൂട്ടുന്നതിൽ അവർക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വലിയ സോളിഡാരിറ്റി പ്രൊട്ടസ്റ്റുകൾ, ഡെമോൺസ്ട്രേഷൻസ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഇതിൽ ഇസ്രായേൽ പാളിയിരിക്കുകയാണ്. ഏതൊക്കെ വഴിക്ക് അന്വേഷിച്ചാലും പാളിയിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിനെ അവസാനിപ്പിക്കേണ്ടത്, കാരണം ഒരു ലോങ് ടേം വാർ എടുക്കാൻ അവർക്കും പ്രയാസമായിരിക്കും, കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒന്നല്ല. സോ അതുകൊണ്ട് ഇത് അതിൻ്റെ അനിവാര്യമായ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്നത് തോന്നുന്നു. അതെ, എന്തായാലും വെടിനിർത്തൽ പ്രാബല്യത്തിൽ എത്തട്ടെ എന്ന് തന്നെ നമുക്ക് കരുതാം. കാരണം യുദ്ധം എല്ലാ കാലത്തും മനുഷ്യർക്ക് വേദനകൾ മാത്രമാണ് സമ്മാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ യുദ്ധ താല്പര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുക തന്നെ വേണം.